qualified healthcare professional during a post-operative period. അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക? ഞാൻ എക്സാമ്പിൾ പറയാം. അൺറിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറിന് ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ സെയിം പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ CPT കോഡിൻ്റെ ഒപ്പം നമ്മൾ ഇട്ട് കൊടുക്കേണ്ട മോഡിഫയർ ആണ്. ഹായ് ഗൈസ്, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടന്റ് വീഡിയോ സെർച്ച് ചെയ്തിരിക്കുന്ന ടൈം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഓൾറെഡി നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ മോഡിഫയേഴ്സിൻ്റെ ഡിഫറൻസ്, അതായത് ഈ ഒരു മോഡിഫയേഴ്സ് നമ്മൾ ഈ ഒരു CPC എക്സാം അല്ലെങ്കിൽ CPC പഠിക്കുമ്പോൾ CPT മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഓരോ ചാപ്റ്ററിലും അതിൻ്റേതായ മോഡിഫയേഴ്സ് പഠിക്കാനുണ്ട്. മോഡിഫയേഴ്സിൻ്റെ അപ്രോപ്രിയേറ്റ് യൂസേജ് കറക്റ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആൻസേഴ്സ് മാറിപ്പോവും, അതേപോലെ ഓപ്ഷൻസ് മാറിപ്പോവും, അതുവഴി ആൻസേഴ്സ് തെറ്റിപ്പോവാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മോഡിഫയേഴ്സിൻ്റെ കറക്റ്റ് എങ്ങനെയാണ് അത് കാര്യങ്ങൾ, അല്ലാതെ അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതിനുള്ള ഒരു ഈസി ട്രിക്ക്, കുറച്ച് ഒരു 2-3 മോഡിഫയേഴ്സ് ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഈസി ട്രിക്സ് ആണ് ഞാൻ പറയണത്. അപ്പോൾ ഈ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഞാൻ ഒരു 3 മോഡിഫയറേ പറയുന്നുള്ളൂ. ബാക്കിയുള്ള മോഡിഫയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എത്ര കമൻറ്റ്സ് കൂടുതൽ കാണുന്നുവോ എന്നാൽ മാത്രമാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ചെയ്യുള്ളൂ. കാരണം ഓൾറെഡി ഞാനും ICDയുടെ അപ്ഡേഷൻ്റെ ഒരു ചെറിയൊരു കണ്ടന്റ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തപ്പോൾ ICDയുടെ ഫുൾ ആയിട്ടുള്ള മീൻസ് ഗൈഡ് ലൈൻസിൻ്റെ ചേഞ്ചസ്, 2024ൻ്റെ ഗൈഡ് ലൈൻസിൻ്റെ ചേഞ്ചസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ കമൻറ്റ് ചെയ്ത് എത്ര കമൻറ്റ് നോക്കിയിട്ട് മാത്രമാണ് ഇതിൻ്റെ കംപ്ലീറ്റ്ലി ഉള്ള വീഡിയോ ചെയ്യുള്ളൂ. കാരണം ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 58, 78, 79 അതുപോലെ നമുക്ക് കുറേ മോഡിഫയേഴ്സ് ഉണ്ട്. 51, 59, 22, 52, 53 അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ റിലേറ്റ് ചെയ്ത് മൈൻഡിൽ ഇരിക്കുക മാം, അങ്ങനെ ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അതിന് മുന്നായിട്ട് നിങ്ങളെല്ലാവരും ഒരു മന്ത്, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റായി, നിങ്ങളെല്ലാവരും ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് എന്നാണ് അടുത്ത ബാച്ച്. നമ്മൾ നെക്സ്റ്റ് ബാച്ച് വരുന്നത് നവംബർ 30 ഇന്ത്യൻ ടൈം 2 മണി to 4 മണി. അതുപോലെ UAE ഇരുന്നും ഒരുപാട് കുട്ടികൾ നമ്മൾ കോഴ്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് UAE കാൻഡിഡേറ്റ്സിനാണെന്ന് വെച്ചാൽ 12:30 to 2:30 അങ്ങനെയാണ് ടൈമിങ് വരുന്നത്. അപ്പോൾ മറക്കണ്ട, നമ്മളെ നെക്സ്റ്റ് ബാച്ച് നവംബർ 30 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡസിൽ തന്നെ ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മോഡിഫയർ 58നെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. എന്താണ് മോഡിഫയർ 58? മോഡിഫയർ 58 എന്ന് പറഞ്ഞാൽ സ്റ്റേജ്ഡ് ഓർ റിലേറ്റഡ് പ്രൊസീജിയർ. Staged or related procedure by the same physician or other qualified healthcare professional during a post-operative period ആണ്. ഇതാണ് ഇതിൻ്റെ കണ്ടന്റ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ ഡെഫിനിഷൻ കറക്റ്റ് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ എൻ്റെ മൈൻഡിലുള്ള ഡെഫിനിഷനാണ് പറഞ്ഞത്. സ്റ്റേജ്ഡ് ഓർ റിലേറ്റഡ് പ്രൊസീജിയർ ബൈ ദ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഡ്യൂറിങ് ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ആണ്. ഓക്കെ, ഇനി അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു പേഷ്യൻ്റ് വന്നു. ഓക്കെ, ഒരു പേഷ്യൻ്റ് വന്നിട്ട് ആ പേഷ്യൻറ്റിന് എൻഡോസ്കോപ്പി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിയോ അങ്ങനത്തെ ഓപ്പൺ അല്ലാത്ത ഏതെങ്കിലും അപ്രോച്ച് ചെയ്തിട്ട് ഓക്കെ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അതിന് എന്തെങ്കിലും പ്രോബ്ലം നോക്കിയിട്ട് ഡോക്ടർ പറയണം നമുക്ക് അടുത്ത ആഴ്ച ഇതൊരു ഓപ്പൺ സർജറിക്ക് ആവശ്യമുണ്ട്. ഒരു ഓപ്പൺ സർജറി സെയിം ഡോക്ടർ വെച്ചിട്ട് നമുക്കൊരു ഓപ്പൺ സർജറിയുടെ ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ CPT കോഡിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കണം മോഡിഫയറാണ് മോഡിഫയർ 58 എന്ന് പറയുന്നത്. എന്താണ്, ഇപ്പോൾ ഒരു എൻഡോസ്കോപ്പി ചെയ്തിട്ട് ഡോക്ടർ പറയുന്ന ഒരു ഓപ്പൺ പ്രൊസീജിയർ നമുക്കത് ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ ഓപ്പൺ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ CPT കോഡിൻ്റെ ഒപ്പം നമ്മൾ ഇട്ട് കൊടുക്കേണ്ട മോഡിഫയർ ആണ് 58. ഇതെങ്ങനെയാണ് ഇനി ഡെഫിനിഷനിലോട്ട് വാക്കുന്നത്. ഇപ്പോൾ ലാപ്രോസ്കോപ്പി അല്ലെ എൻഡോസ്കോപ്പി,
അതിൻ്റെ സ്റ്റേജ്ഡ് ഫസ്റ്റ് സംഭവം സ്റ്റേജ്ഡ് അല്ലേ, അതിൻ്റെ സ്റ്റേജ്ഡ് ആയിട്ട് വരുന്ന കേസാണ് ഓപ്പൺ പ്രൊസീജിയർ അല്ലേ. ഈ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്തപ്പോഴാണ് ഓക്കെ നമുക്ക് ഇങ്ങനൊരു കാര്യമുണ്ട്, ഇതൊരു ഓപ്പൺ പ്രൊസീജിയർ ചെയ്താലാണ് നമുക്ക് ശരിയാവുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീക്കിലേക്ക് ഡോക്ടർ അത് എടുക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയണം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് നമുക്ക് അത് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം. ഡ്യൂറിങ് ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ വരുന്നതാണ് 58 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 58 മോഡിഫയർ, ഈ 58 മോഡിഫയർ തന്നെ സ്റ്റേജ്ഡ് ഓർ റിലേറ്റഡ് പ്രൊസീജിയർ, ഒരു നമ്മൾ ലാപ്രോസ്കോപ്പി അല്ല എൻഡോസ്കോപ്പി ചെയ്തു അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒരു ഓപ്പൺ പ്രൊസീജിയറും കൂടി നെക്സ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പ്രൊസീജിയറാണ് ഡ്യൂറിങ് ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ വരുന്നതാണ് 58. ഓക്കെ, രണ്ടാമത്തത് 78 എന്താണെന്ന് വെച്ചാൽ അൺപ്ലാൻഡ് റിട്ടേൺ ടു ദ ഓപ്പറേറ്റിംഗ് റൂമോ, മീൻസ് അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് അൺപ്ലാൻഡ് ആയിട്ട് റിട്ടേണിങ് ടു ദ ഓപ്പറേറ്റിംഗ് റൂം ഫോർ എ റിലേറ്റഡ് പ്രൊസീജിയർ ബൈ ദ സെയിം ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഡ്യൂറിങ് ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരിയഡ്. 78 എന്ന് ഉദ്ദേശിക്കുന്ന അൺപ്ലാൻഡ് ആയിട്ട് ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് റിട്ടേൺ ചെയ്യണം. അൺപ്ലാൻഡ് ആയിട്ട് ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ എന്താണ്, ഫോർ എ റിലേറ്റഡ് പ്രൊസീജിയർ, ഒരു റിലേറ്റഡ് പ്രൊസീജിയറിന് അൺപ്ലാൻഡ് ആയിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് വന്നു വിചാരിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുമ്പോൾ ഒരു റിലേറ്റഡ്, ഇപ്പോൾ ഓൾറെഡി ഒരു പ്രൊസീജിയർ കഴിഞ്ഞിരിക്കണം, അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് അൺപ്ലാൻഡ് ആയിട്ട് വരികയാണ്, ഒരു മീൻസ് ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് സ്റ്റേജിലേക്കും, പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഡേയ്സ് 90 days ആണ് വരിക കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മളൊരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ആകുമ്പോൾ സ്റ്റേജിൽ, അപ്പോൾ നമ്മൾ ചെയ്ത ഒരു പ്രൊസീജിയറിന് റിലേറ്റഡ് ആയിട്ട് ഒരു അൺപ്ലാൻഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഏത് മോഡിഫയർ ഇട്ട് കൊടുക്കുക, അപ്പോൾ ഇട്ട് കൊടുക്കുന്ന മോഡിഫയറാണ് 78 മോഡിഫയർ. അതുപോലെ തന്നെ റിലേറ്റഡ് പ്രൊസീജിയറിനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് വീണ്ടും എക്സ്ട്രാ ബിഗിൻ ചെയ്യുമോ, അനദർ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ഉണ്ടാവോ? ഇല്ല കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ചെയ്ത പ്രൊസീജിയറിന് റിലേറ്റഡ് ആയിട്ട് അൺപ്ലാൻഡ് ആയിട്ട് ഓപ്പറേറ്റർ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് 78 മോഡിഫയർ ആണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് 58 തന്നെ സ്റ്റേജ്ഡ് ഓർ റിലേറ്റഡ് പ്രൊസീജിയർ ഡ്യൂറിങ് ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് റിട്ടേൺ വരികയാണ്. മറ്റേതാകുമ്പോൾ അൺപ്ലാൻഡ് ആയിട്ട്, മറ്റേ സ്റ്റേജ്ഡ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ അൺപ്ലാൻഡ് ആയിട്ട് റിലേറ്റഡ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ വരുമ്പോഴാണ് 78 ഇട്ട് കൊടുക്കുക. മൂന്നാമത്തെ കേസ് 79 പറയുന്നത്. എന്തായിരിക്കും 79 എന്ന് പറയുന്നത്? ഇത് നമ്മൾ പറഞ്ഞ അൺപ്ലാൻഡ് റിട്ടേൺ ടു ഓപ്പറേറ്റിംഗ് റൂം ഫോർ ദ റിലേറ്റഡ് പ്രൊസീജിയർ എന്നാണ്. ഇവിടെ നമ്മൾ അൺറിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറിന് ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ സെയിം ഫിസിഷ്യനോ അതല്ല അതർ ഹെൽത്ത് കെയർ പ്രൊവൈഡറിനായിട്ട് വീണ്ടും വരുമ്പോൾ അപ്പോൾ ഇട്ട് കൊടുക്കുന്നതാണ് 79. അപ്പോൾ ഇത് അൺറിലേറ്റഡ്, നമ്മൾ ചെയ്ത പ്രൊസീജിയറിന് റിലേറ്റഡ് ആയിട്ടല്ല, അൺറിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അൺറിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ആ ഒരു അൺറിലേറ്റഡ് പ്രൊസീജിയറിന് വീണ്ടും പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ബിഗിൻ ചെയ്യില്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഈ അൺറിലേറ്റഡ് പ്രൊസീജിയറിന് വീണ്ടും ഒരു ന്യൂ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ബിഗിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ 58, 78, 79 ഇത് മൂന്ന് തമ്മിലുള്ള ഡിഫറൻസ് ആലോചിച്ചൊക്കെ. ഇനി ഒരുപാട് മോഡിഫയേഴ്സ് ഉണ്ട്, 59, 51, 22 അങ്ങനെ ഒരുപാട് മോഡിഫയേഴ്സ് ഉണ്ട്. ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം ലൈക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ പേരിലോട്ട് വരിക, കൂടുതൽ വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഉദ്ദേശിച്ച വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യണം. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. മറക്കണ്ട, നമ്മുടെ നെക്സ്റ്റ് ബാച്ച് നവംബർ 30 2 മണി മുതൽ 4 മണി വരെ ഇന്ത്യൻ ടൈം, 12:30 to 2:30 UAE ടൈം. ഓക്കെ, താങ്ക് യു.